ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതി ദുബായിലേക്ക് യാത്ര പോവാണ്. റിതപ്പൻ സുതിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. രേണുസുതി എന്തിനു വേണ്ടിയിട്ടാണ് ദുബായി പോകുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോ പറയാം. വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല, അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഫാനാണ്. ആൾ ഫാനെന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണ് അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. പ്രണയത്തിനൊന്നും ആയിട്ടൊന്നുമില്ല. ഇത്ര നാൾ UK ഞാനൊന്നും ആരുമായിട്ടും ഈ ഒരു സമയത്ത് ആരുമായിട്ടും ഇനിയിപ്പോൾ പ്രണയം ഉണ്ടായ പൊട്ടിപ്പോയോ തേച്ചോ അതൊക്കെ വഴിയേ നമുക്ക്, അതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ അതൊക്കെ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ നിൽക്കുന്നിടത്ത് എനിക്ക് ആരുമായിട്ട് യാതൊരുവിധ പ്രണയവും ഇല്ല. അങ്ങനെ ഇനി മുന്നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. രേണുസുതിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും രേണുസുതി ഒരു ഫാന്റെ കാര്യമാണ് പറഞ്ഞത്. രേണുസുതിക്ക് ഒരു ഫാൻ ഉണ്ട്, അതായത് രേണുസുതിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഫാനായ ഒരാളാണ്. പുള്ളിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതൊരു പ്രണയമല്ല, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് പോകുന്നതെന്ന്. കുറെ ഫ്രണ്ട്സ് ഉണ്ട് രേണുസുതിക്ക്, പ്രതീഷ്, ദാസേട്ടൻ, എന്നിട്ട് അവരുടെ പേരൊന്നും പറഞ്ഞില്ല. ഈ ഫാന്റെ പേര് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞു. ഇവര് തമ്മിൽ സ്നേഹത്തിലാകട്ടെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ അതിന് നമുക്കൊന്നുമില്ല. ഇപ്പൊ രേണുസുതി സ്നേഹത്തിലാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നും പറയാനില്ല, കാരണം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് അറിയിച്ചു. ഇത് എന്താണ് ഇവർ എന്നോട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. ഇതൊക്കെ എന്തുവാണോ? ഇതൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുള്ള സബ്സ്ക്രിപ്ഷൻ, അവരുടെ സബ്സ്ക്രിപ്ഷന് കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കി. രേണുസുതിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയായിരുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരാള് രേണുസുതി അതിൽ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തും സ്ക്രീൻഷോട്ട് എടുത്തും പുള്ള ചാനലിൽ കൊണ്ട് ഇട്ടെന്നാണ് പറയുന്നത്. അതായത് ചാനലിൽ കൊണ്ട് ഇട്ടിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതിനെതിരെ രേണുസുതി കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്, അവരുടെ ഒന്നും പോയിട്ട് ഇവൻ ഇങ്ങനെയൊന്നും എടുക്കുന്നില്ല. രേണുസുതിയുടെ മാത്രം എടുത്തിട്ട് രേണുസുതിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുവാണെങ്കിൽ സജസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് രേണുസുതിയുടെ പൈസ പേ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അതിനുള്ള പെർമിഷനെ കൊടുക്കുന്നുള്ളൂ മെറ്റ. അതായത് നമ്മൾ 190 രൂപ പേ ചെയ്യണം രേണുസുതി ഇട്ടത് എന്തെങ്കിലും നമ്മൾ കാണണമെങ്കിൽ. ഇങ്ങനെ പേ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് യൂട്യൂബേഴ്സ് അവരുടെ ചാനലിൽ കൊണ്ട് ഇടുവാന്നാണ് രേണുസുതി പറയുന്നത്. അത് പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പബ്ലിക്കിൽ കൊണ്ടിടുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോക്കാർ കുറെ വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അത് പോയിട്ട് സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് ക്രോപ്പ് ഒക്കെ ചെയ്തിട്ടാണ് എടുത്തത്. അല്ലാതെ രേണുസുതിയുടെ പേയ്മെന്റ് ആയിട്ടുള്ള ആ സംഭവത്തിൽ കയറിയിട്ടല്ല ഞാൻ എടുത്തത്. പക്ഷെ ഞാൻ ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇനി എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പൊ നിങ്ങൾ പറയും മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ അതിൽ വീഡിയോ ചെയ്യുന്നതെന്ന്. അതിൽ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടും വീഡിയോ ചെയ്യാം. അത് തെറ്റിദ്ധാരണയാണ് യൂട്യൂബേഴ്സ് പരത്തുന്നത്. അതായത് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മോശമായിട്ടുള്ള കാര്യമല്ല. നല്ല രീതിയിലും വീഡിയോ ചെയ്യുന്ന നടിമാരൊക്കെ ഉണ്ട്. ഇപ്പൊ യൂട്യൂബേഴ്സ് ഒക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് അതിൽ പൈസ ഏൺ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുകയാണ്. മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിൽ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഈ കാജൽ അഗർവാളിനൊക്കെ ഉണ്ട് സബ്സ്ക്രിപ്ഷൻ. അവരൊക്കെ മോശമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അവരുടെയൊക്കെ വീഡിയോ ഒന്ന് പോയി കാണുന്നത്. പബ്ലിക്കിനോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് അവർ പൈസ ഏൺ ചെയ്യുന്നത്. അവർക്ക് മോശമായിട്ടുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയ, അത്രേ ഉള്ളൂ. ഇത് ഇൻസ്റ്റഗ്രാം സെക്സ്വൽ കണ്ടന്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. പക്ഷെ ആ പ്ലാറ്റ്ഫോമിനെ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് യൂട്യൂബേഴ്സിൽ എല്ലാവരും മോശമായിട്ടാണ് ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പബ്ലിക്കിനെ കൺവിൻസ് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ അതൊരു മോശമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമുക്ക് മോശമായിട്ട് നല്ലതായിട്ട് ഉപയോഗിക്കാം. എനിക്ക് കൂടെ തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവന്റെ ഫോണിൽ തന്നെ വെക്കുന്ന എന്തിനാണ്? ഇടയ്ക്ക് അവന് തന്നെ കാണാനോ? ഇങ്ങനെ വേറെ വല്ല സെലിബ്രിറ്റീസിന്റെ പേയ്മെന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളാണ് ചെയ്യുന്നെങ്കിൽ നമുക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാം. കോപ്പിറൈറ്റ് നിയമപ്രകാരം നമുക്കെതിരെ കേസ് എടുക്കും. ചിലപ്പോൾ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പ്രമോഷൻ പോകുന്നല്ലേ, ഡ്രസ്സുകൾ ഒരു ദിവസം ഇടുന്നത് തന്നെയാണ് പിറ്റേ ദിവസം. നല്ല 13 ദിവസം 13 ഡ്രസ്സ് വേണം. അത് തന്നെ കൊണ്ടുപോകണം.
രേണുസുതി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സുധിച്ചേട്ടന്റെ പെട്ടിയിലാണ്. ആ പെട്ടി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നൊക്കെയാണ് പറയുന്നത്. കണ്ടിട്ട് പുതിയൊരു പെട്ടി പോലെയാണ് തോന്നുന്നത്. ഇനി എനിക്ക് അറിയത്തില്ല പോളിഷ് വല്ലതും ചെയ്തതാണോ എന്ന്. രേണുസുതിയുടെ കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതും ചെയ്യും. ഇത്തവണ ഗിഫ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. കാരണം യുദ്ധം നടക്കും, നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചെല്ലുക, നമ്മുടെ ജോലി തീർക്കുക, തിരിച്ച് വേഗം വരിക. ഇവിടെ ഒരുപാട് ജോലികൾ ബാക്കി. രേണുസുതിക്ക് ഒരു സങ്കടമുണ്ട്. അവിടെ ഇപ്പൊ യുദ്ധം നടക്കുവാണ്, അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഗിഫ്റ്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. കാരണം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം, അതാണ് രേണുസുതിയുടെ ആഗ്രഹം. ഈ യുദ്ധം നടക്കുന്ന സമയത്താണ് രേണുസുതി അങ്ങോട്ട് പോകുന്നത്. അതായത് പല ആൾക്കാരും പോകാൻ മടിക്കുന്ന സമയമാണ്. രേണുസുതിക്ക് യുദ്ധമൊന്നും ഒരു പ്രശ്നവുമില്ല. അതിലും വലിയ യുദ്ധമാണ് കേരളത്തിൽ രേണുസുതിയുടെ പേരിൽ നടക്കുന്നത്. കുറച്ചൊക്കെ രേണുസുതിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അവിടെ എന്ത് യുദ്ധം നടന്നാലും രേണുസുതിക്ക് ഇതൊരു ഹാപ്പി ജേണിയാണ്. രേണുസുതി അവിടെ പല്ലിന്റെ ട്രീറ്റ്മെന്റ്, മുഖം ശരിയാക്കൽ, അങ്ങനെ സൗന്ദര്യമായിട്ട് ശരീരം ഒന്ന് മിനുക്കാൻ വേണ്ടി പോവാണ്. വിമാനത്തിൽ വെച്ചിട്ട് ഒരുപാട് നവരസങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് രേണുസുതി കാണിക്കുന്നത് കണ്ടിട്ട് എയർ ഹോസ്റ്റസ് വരെയും പേടിച്ചു പോയി കാണും. അമ്മാതിരി പരിപാടിയാണ് അവിടെ ഇരുന്ന് കാണിക്കുന്നത്. ഇതാരാണ്? ചിട്ടി റോബോയോ? പുള്ളിക്കാരി നല്ല വൈബ് ഒക്കെയാണ്. കാരണം ഒരു യാത്രയൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്രയും നമ്മൾ സന്തോഷിക്കണം. ദാറ്റ് ഈസ് അവർ വൈബ്. അതിലൊക്കെ പുള്ളിക്കാരി മുൻപന്തിയിൽ തന്നെയാണ്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.